ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ARRൻ്റെ പ്രോബ്ലംസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്തിരുന്നത്. ARR എന്ന് വെച്ചാൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ 4ാമത്തെ മെത്തേഡാണ് പഠിച്ചിരുന്നത്. അതിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി വലിയൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു എസ്സേക്ക് ചോദിക്കാവുന്ന രീതിയിലുള്ളൊരു പ്രോബ്ലമാണത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ ഫസ്റ്റത്തെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ക്യാപിറ്റൽ ഔട്ട്ലേ 2 lakhs, ഡിപ്രീസിയേഷൻ 20% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ, forecasted annual income before charging depreciation but after all other charges are as follows. Calculate ARR, ignore tax section. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുള്ളൊരു പ്രോബ്ലമാണ്. അതായത് ക്യാപിറ്റൽ ഔട്ട്ലെ 2 lakhs എന്ന് തന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഡിപ്രീസിയേഷൻ 20% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ. നമ്മൾ ഇത്രയും നാളും പഠിച്ച പ്രോബ്ലത്തിലൊക്കെ ഇവിടുന്ന് എന്തിനാ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് കാണാറ്, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാറ്. ഇവിടെ എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, +2 പഠിച്ചവരുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ നമ്മൾ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. സപ്പോസ് ഈ പ്രോബ്ലത്തിന് തന്നെ എടുക്കാം. 2 lakh rupees ആണ് നമ്മുടെ കോസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. 20% ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യും, 2 lakhsൻ്റെ മുകളിൽ 20% കാണും. ഓക്കെ, അപ്പോൾ 2 lakhsൻ്റെ മുകളിൽ 20% കണ്ടില്ല എത്ര കിട്ടുക, നമുക്ക് 40,000 ആണ് കിട്ടുക. അപ്പം ഫസ്റ്റ് ഇയറിലത്തെ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ എത്ര ചാർജ് ചെയ്യും, 40,000 ചാർജ് ചെയ്യും. ദെൻ സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 2 lakhsൽ നിന്ന് ഫസ്റ്റ് ഇയറിലത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ടായ 40,000 ലെസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്, 20% കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഓരോ വർഷം ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് കുറച്ചിട്ട് വേണം പിറ്റത്തെ വർഷം നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്, അതിൻ്റെ മുകളിൽ വേണം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഞാനകത്ത് പറഞ്ഞോണം, ഫസ്റ്റ് ഇയർ നമ്മൾ 40,000 rupees ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിപ്രീസിയേഷനായിട്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിപ്രീസിയേഷനിൽ നിന്ന് ആ കോസ്റ്റായ 2 lakhsൽ നിന്ന് ആ 40,000 ലെസ് ചെയ്ത എമൗണ്ടായ 1,60,000 മുകളിലാണ് നമ്മൾ സെക്കൻഡ് ഇയറിലെ 20% കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇയറിലത്തെ എമൗണ്ട് കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ തേർഡ് ഇയറിലത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ, അതാണ് റിട്ടേൺ ഡൗൺ. നമ്മൾ വില കുറച്ച് എഴുതണം, അതുകൊണ്ടാണ് ആ പേര് വന്നേക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞു. ഞാൻ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം, അത് ഒരു പ്രത്യേകത. ദെൻ ഫോർകാസ്റ്റഡ് ആനുവൽ ഇൻകം ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ബട്ട് ആഫ്റ്റർ ഓൾ അതർ ചാർജസ് ആർ എസ് ഫോളോസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആണ്. നമ്മളത് എന്താക്കി മാറ്റണം, ARRന് എന്താണ്, ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബിഫോർ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ലെസ് ചെയ്യണം, ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ലെസ് ചെയ്യണം. ARR കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു, പക്ഷെ എന്ത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഗ്നോർ ടാക്സ് ആക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കാറുണ്ട്, പക്ഷെ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടാക്സ് കൊടുക്കുക, ടാക്സ് ആക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ഇൻഫ്ലോയിൽ നിന്ന് എന്ത് മാത്രം കുറച്ചാൽ മതി, ഡിപ്രീസിയേഷൻ മാത്രം കുറച്ചാൽ മതി, ടാക്സ് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, 5 കൊല്ലത്തെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു, എമൗണ്ടും തന്നിട്ടുണ്ട്, ടോട്ടലും തന്നിട്ടുണ്ട്. ടോട്ടലിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ആദ്യത്തെ കോളം ഇയർ കൊടുക്കുക, നെക്സ്റ്റ് കോളം ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ കൊടുക്കുക, നെക്സ്റ്റ് കോളം ഏർണിങ്സ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, ദെൻ നെക്സ്റ്റ് ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇയറിലാകെ 5 കൊല്ലത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 ഇയർ എഴുതുക, 1 to 5 താഴത്തോട്ട് എഴുതുക. ദെൻ നെക്സ്റ്റ് ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോ ആണ്, അത് എഴുതുക. ദെൻ അടുത്ത് എന്താണ്, നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കൊല്ലത്തിൽ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ഇതുവരെ ചെയ്തതെന്നൊക്കെ ഒരു എമൗണ്ട് ആദ്യം തന്നെ ഒരു എമൗണ്ട് കണ്ടുപിടിച്ച് അതിങ്ങനെ കുറച്ച് ചെയ്താണ് ചെയ്യാറ്. അതുപോലെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം റിട്ടേൺ ഡൗൺ വാല്യൂ ആയതുകൊണ്ട്. അപ്പം നമ്മൾ
നമ്മൾ ഓരോ കൊല്ലത്തെയും സെപ്പറേറ്റ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആ കോളം ആദ്യം ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഇയർ എഴുതി, സെക്കൻഡ് കോളത്തിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോകൾ എഴുതി. എന്നിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്, എത്ര രൂപയുടെ അസറ്റ് ആണുള്ളത്, 2 lakhs ആണ് എന്നുള്ളത്. ആ 2 lakhsന്റെ മുകളിൽ 20% കാണാം. ആദ്യത്തെ കൊല്ലത്തിൽ ഒന്നും കുറയ്ക്കാനൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതൊന്നും ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 lakhs × 20% 40,000. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൊല്ലം ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ്, 40,000. അത് എഴുതി. ദെൻ സെക്കൻഡ് ഇയർ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ എമൗണ്ടിൽ നിന്ന്, ആ കോസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ഇയറിലത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയ 40,000 ലെസ് ചെയ്യുക. എത്രയാണ്, 2 lakhsൽ നിന്ന് 40,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 1,60,000 കിട്ടി. ആ 1,60,000ന്റെ മുകളിൽ 20% കാണുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 32,000 കിട്ടി. അതാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ എമൗണ്ട്, 32,000. ദെൻ തേർഡ് ഇയറിൽ കാണുമ്പോൾ സെക്കൻഡ് ഇയറിലത്തെ കുറച്ച് എമൗണ്ട് എത്രയാണ്, 1,60,000 അല്ലേ. ആ 1,60,000ൽ നിന്ന് 32,000 നമ്മൾ ലെസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ 20% കാണുക. 1,60,000ൽ നിന്ന് 32,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 1,28,000 കിട്ടും. അതിൻ്റെ മുകളിൽ 20% കണ്ടാൽ നമുക്ക് എത്ര കിട്ടി, 25,600 കിട്ടി. അതാണ് നമ്മൾ തേർഡ് ഇയറിൽ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ എമൗണ്ട്. ദെൻ ഫോർത്ത് ഇയർ കാണണമെങ്കിലോ, തേർഡ് ഇയർ കുറച്ച് എമൗണ്ട് എത്രയാണ്, 1,28,000 ഉണ്ട്. ആ 1,28,000ൽ നിന്ന് തേർഡ് ഇയർ നമ്മൾ ചാർജ് ചെയ്യുക ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയ 25,600 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 1,02,400 കിട്ടും. അതിൻ്റെ മുകളിൽ 20% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 20,480 ആണ് നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ ഫോർത്ത് ഇയർ ചാർജ് ചെയ്യേണ്ടതായിട്ട് കിട്ടുക. ദെൻ ഫിഫ്ത്ത് ഇയർ കിട്ടണമെങ്കിലോ, നമ്മൾ ഫോർത്ത് ഇയർ കുറച്ച് എഴുതിയ എമൗണ്ട് എത്രയാണ്, 1,02,400ൽ നിന്ന് ആ വർഷം ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ്, 20,480 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 81,920 കിട്ടും. അതിൻ്റെ മുകളിൽ 20% കാണുക. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഇയർ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷനായ എമൗണ്ട് എത്ര കിട്ടി, 16,384 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും നാൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതായിരുന്നു, സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, സ്ട്രേറ്റ് ലൈൻ എല്ലാ കൊല്ലം ഒരേ എമൗണ്ട് ലെസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ കോസ്റ്റിനെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് കാണാണ് ചെയ്യാറ്. പക്ഷെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ ഓരോ കൊല്ലം ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതാദ്യം സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിലെ ഓരോ കൊല്ലത്തെ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്തു, ഡിപ്രീസിയേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എന്താണ്, ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന എമൗണ്ട് ഓഫ് ഇൻഫ്ലോയിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. ആദ്യത്തെ എമൗണ്ട് എത്രയായിരുന്നു, 1 lakh ആയിരുന്നു. 1 lakhൽ നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്, 40,000 കണ്ടുപിടിച്ചു. അപ്പോൾ 1 lakh മൈനസ് 40,000, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 60,000 കിട്ടി. ദെൻ സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോ 1 lakh ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ആ വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് 32,000 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 68,000 കിട്ടും. നെക്സ്റ്റ് ഇയറത്തെ ഇൻഫ്ലോ തന്നിരിക്കുന്നത് 80,000 ആണ്. അതിൽ നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയ 25,600 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 54,400 കിട്ടും. നെക്സ്റ്റ് ഇയർ 80,000 തന്നെയാണ്. ആ വർഷത്തിൽ നിന്ന് ആ വർഷത്തെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയ 20,480 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 59,520 കിട്ടും. ദെൻ ഫിഫ്ത്ത് ഇയറിൽ നിന്ന് 40,000ൽ നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷനായ 16,384 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 23,616 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആകെ ബുദ്ധിമുട്ടുള്ള സംഭവം ഇത് മാത്രമല്ല, ക്വസ്റ്റ്യനിലെ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ തന്നാൽ നമ്മൾ ആദ്യം ഓരോ കൊല്ലത്തെയും ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഇൻഫ്ലോയിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ശരിക്കും ARR കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ലെസ് ചെയ്യണമായിരുന്നു, ടാക്സും കൂടി ലെസ് ചെയ്യണമായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഗ്നോർ ടാക്സ് ആക്ഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട,
ടാക്സ് ലെസ് ചെയ്യേണ്ട ഈ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ARR കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്ലോ കിട്ടി. ഇനി നമുക്ക് ARR കണ്ടുപിടിക്കാം. ARR കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ARR is equal to average annual net income divided by average investment into 100. അതാണ് നമ്മൾ ARR കണ്ടുപിടിക്കാൻ ഇക്വേഷനായിട്ട് പഠിച്ചിരിക്കുന്നത്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ആനുവൽ ഇൻകം കണ്ടുപിടിക്കണം. ദാറ്റ്സ് is equal to total earnings divided by life. ടോട്ടൽ ഏണിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടൊരു എമൗണ്ട് കണ്ടുപിടിച്ചിട്ടില്ലേ? ആ 5 എമൗണ്ടുകളും എടുത്ത് എഴുതി കൂട്ടണം. അപ്പോൾ എത്രയാണ്? 60,000 പ്ലസ് 68,000 പ്ലസ് 54,400 പ്ലസ് 59,520 പ്ലസ് 23,660. അത് 5 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 2,65,536 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ടോട്ടൽ ഏർണിങ്സ് ആയിട്ട് കിട്ടുക. ദെൻ ആ ടോട്ടൽ ഏർണിങ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കാം. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ലൈഫ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ഏർണിങ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2,65,536 ഡിവൈഡഡ് ബൈ 5. ലൈഫ് 5 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 53,107 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? നമ്മുടെ കോസ്റ്റ് എത്ര തന്നിരിക്കുന്നത്? 2 lakhs തന്നിട്ടുണ്ട്. 2 lakhs പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ARR കണ്ടുപിടിക്കാം. ARR is equal to ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 53,107 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 53.11% ആണ് നമുക്ക് ARR ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കണം. കാരണം ചെറിയ വ്യത്യാസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേഷനാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസായി നമ്മൾ ARRൻ്റെ കണ്ടുപിടിക്കണം. ഞാൻ നാളെ പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ARRൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ARR നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു അപ്ലൈ. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി നമ്മളിനി പഠിക്കാൻ പോകുന്ന മോഡേൺ മെത്തേഡ്സ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈസിയാണ്. ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഏർണിങ്സ് ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ച പേബാക്ക് പീരീഡ് ഒന്നും എന്താണ്? നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എമൗണ്ട് തിരിച്ച് കിട്ടുന്ന ആ ഒരു പീരീഡ് വരെയും അതിൽ കൺസിഡറേഷൻ കൊടുക്കുന്നുള്ളത് മാത്രമേ ഇത് പരിഗണിക്കുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ആ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എൻറ്റയർ ഏർണിങ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഏർണിങ്സ് ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. ഇറ്റ് കൺസിഡർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ആവറേജ് പ്രോഫിറ്റബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഏർണിങ്സ് ഉണ്ട്, അതുപോലെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ മെത്തേഡിൽ. പ്രൊജക്റ്റ് വിത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടർ ക്യാൻ ബി കമ്പയർഡ്. അതായത് ഒരു 2 പ്രൊജക്റ്റുകളുണ്ട്, 2 പ്രൊജക്റ്റിനും ഡിഫറെൻറ്റ് ലൈഫാണ്, അതുപോലെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ പേബാക്ക് പീരീഡ് ആണെങ്കിൽ 2നും ഒരേ കോസ്റ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ ആ ഡിസിഷൻ മേക്കിംഗ് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുള്ളൂ. അങ്ങനെ ഒന്നും നോക്കാൻ അങ്ങനെ വരുമ്പോൾ ഡിഫറെൻറ്റ് ലൈഫ്സും ഡിഫറെൻറ്റ് കോസ്റ്റൊക്കെ ഉള്ള പ്രൊജക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യലാണ്? ഈ ARR കാൽക്കുലേറ്റ് ചെയ്യലാണ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഇത് ബേസ് ചെയ്യേണ്ട അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. ഈ ARR കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പിന്നെ വേറെ ഇൻഫ്ലോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഇൻഫ്ലോ വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇനി നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഓൾറെഡി ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് ടാക്സ് ലെസ് ചെയ്ത ആ പ്രോഫിറ്റിന് ആ ഇൻഫ്ലോനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ആ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് നമ്മൾ ARR കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പഠിച്ച പേബാക്ക് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷത്തെ പ്രോഫിറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് പേബാക്ക് പീരീഡ് ആയാലും ഇനി പഠിക്കാൻ പോകുന്ന മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ARR മാത്രമാണ് ഒരു മെത്തേഡ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് അതും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ARRൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്.
നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ARR. ARRന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇഗ്നോർസ് ടൈം വാല്യൂ ഓഫ് മണി. അത് നമ്മൾ പേ ബാക്ക് പീരീഡിലും പറഞ്ഞത് തന്നെയാണ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. പേ ബാക്ക് പീരീഡിൽ മാത്രമല്ല, ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ എല്ലാ മെത്തേഡ്സിൻ്റെയും ഒരു മെയിൻ ഡ്രോബാക്ക് ആണ് ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ കിട്ടുന്ന മണി അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ അതൊരു മെയിൻ ഡ്രോബാക്ക് തന്നെയാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ദ സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഈച്ച് പ്രോജക്ട്സ്. നമ്മൾ അതിൻ്റെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ ഓരോ കൊല്ലം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ARR കണ്ടുപിടിച്ചിട്ട് 20% റിട്ടേൺ കിട്ടി, വേറൊരു പ്രോജക്റ്റിന് 30% റിട്ടേൺ കിട്ടി. നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? 30% റിട്ടേൺ കിട്ടുന്ന പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യുക. പക്ഷെ അതിന് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് അത്, അങ്ങനെ ഒരു കമ്പാരിസൺ ഇതിൽ നടത്തുന്നില്ല, ARRൽ നടത്തുന്നില്ല. ARR റേറ്റ് ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ആക്യുറസി കുറവാണ്. കാരണം നമുക്ക് ഇത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് അത്ര റിട്ടേൺ കിട്ടുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഫ്ലോ. നമ്മൾ ക്യാഷ് ഫ്ലോനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, അക്കൗണ്ടിങ് പ്രോഫിറ്റിന് ബേസ് ചെയ്തിട്ടാണ്. അതായത് ക്യാഷ് ഫ്ലോയും അക്കൗണ്ടിങ് പ്രോഫിറ്റും നമ്മൾ ഡിഫറൻസ് എന്താണ്? ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയ ആക്ച്വൽ റിട്ടേൺ ആണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഫ്ലോയിൽ നിന്ന് നമ്മുടെ ഡിപ്രീസിയേഷനും അതുപോലെ ടാക്സൊക്കെ ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെയാവും, കുറയാണ് ചെയ്യുക. ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കുറവായിരിക്കും എന്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിങ് പ്രോഫിറ്റ് വെച്ച് ബേസ് ചെയ്തിട്ട് നമ്മൾ ARR കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് എന്തായാലും കുറവായിരിക്കും. അതേസമയം നമ്മൾ ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് ARR കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലായിരിക്കും. അതാണ് അടുത്തൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് കൺസിഡർ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺലി, നോട്ട് ദി ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ ലൈഫും ഇതിൽ പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ തന്നെയാണ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ARRും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ 4 മെത്തേഡാണ് നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സിൽ പഠിക്കാനുള്ളത്. മൊത്തം 4 മെത്തേഡുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എർജൻസി മെത്തേഡായിരുന്നു, തിയറി ആയിട്ട് പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് മെത്തേഡ് പേ ബാക്ക് മെത്തേഡാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. തേർഡ് വൺ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി, ദെൻ ലാസ്റ്റ് വൺ ARR. അങ്ങനെ 4 മെത്തേഡ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡും ഫോർത്തുമാണ്. അത്രയ്ക്ക് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അത് മുഴുവൻ കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്കത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഈസ് മോഡേൺ മെത്തേഡ്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്തായിരുന്നു? ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് പഠിച്ചിരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ മെത്തേഡ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് ഓർ ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. അതായത് മോഡേൺ മെത്തേഡ്സിന് വേറെ 2 പേരാണ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഓർ ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ പേ ബാക്ക് പീരീഡ് ആയാലും അതുപോലെ ARR ആയാലും അതിൻ്റെ ഡ്രോബാക്സിൽ ഫസ്റ്റ് ഡ്രോബാക്ക് ആയിട്ട് എഴുതിയത് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി ടൈം വാല്യൂ ഓഫ് മണി. ആ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഡേൺ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നത്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് ഓർ ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്. ടൈം അഡ്ജസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം വാല്യൂ കൺസിഡർ ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ് ഈ മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ മെത്തേഡ്സിന് 2 പേരുകളാണ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഓർ ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. ഓക്കെ, ഡിസ്കൗണ്ടഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, under traditional method, the initial amount incurred for the acquisition of asset to implement a project and income received from the project in the future is given equal importance. അതായത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൻ്റെ മെയിൻ ഡ്രോബാക്ക് തന്നെയാണ്. അവിടെ നമ്മൾ
ഇപ്പം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപ ചിലവാക്കണോ, ആ 1 ലക്ഷം മാറ്റം നമ്മൾ കാൽക്കുലേഷൻ നടത്തണോ, അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം 10,000 റുപ്പീസ് നമുക്ക് കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന 10,000നും സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന 10,000നും അതുപോലെ ആ പ്രൊജക്റ്റിൻ്റെ എൻഡ് വരെ കിട്ടുന്ന 10,000 നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഏതിലെ? ട്രഡീഷണൽ മെത്തേഡ്സിൽ. But in fact the value of money received in future is not equivalent to the value of money invested today. അതായത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 10,000ഉം ഇപ്പോഴത്തെ 10,000ഉം തമ്മിലുള്ള വാല്യൂവിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. A rupee in hand now is more valuable than a rupee to be received in future. ഇപ്പോഴത്തെ 10,000 ആണ് കൂടുതൽ വർത്ത് ഉണ്ടാവുക. അതായത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 10,000-നേക്കാൾ മൂല്യം ഏതുണ്ടാവും? ഇപ്പോഴത്തെ 10,000 ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2020 നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ 2020 പറയുകയാണ് നിങ്ങൾക്ക് 21 10,000 കിട്ടും, 22 10,000 കിട്ടും, 23 10,000 കിട്ടും എന്ന് പറയണം. 3 കൊല്ലമായിട്ട് 10,000 വെച്ച് കിട്ടുമെന്ന് പറയണം. അപ്പോൾ ആ 10,000 എമൗണ്ട് വെച്ചിട്ടല്ല ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ട് ആ 10,000 അല്ല നമ്മൾ എഴുതേണ്ടത്. ആ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 10,000-നെ ഇപ്പോഴത്തെ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 10,000-നെ ഇപ്പോഴത്തെ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 10,000-നെ ഇപ്പോഴത്തെ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ കൺവേർട്ട് ചെയ്ത 3 എമൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഇൻഫാക്ട് ദ വാല്യൂ ഓഫ് മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഈസ് നോട്ട് ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ദി മണി ഇൻവെസ്റ്റഡ് ടുഡേ. അപ്പോൾ നമ്മൾ ഇതേപോലെ കൺവേർട്ട് ചെയ്യാണ്ട് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ എത്രയാണ് 3 കൊല്ലത്തെയും റിട്ടേണുകളും ആഡ് ചെയ്യും. 10,000 10,000 10,000 എത്രയാണ്? 30,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻഫ്ലോ ആയിട്ട് വരിക. അത് അപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ 10,000-നെ ഇപ്പോഴത്തെ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് 9,000 സംതിങ് ഉണ്ടാവുള്ളൂ. അതുപോലെ സെക്കൻഡ് ഇയറിലത്തെ 10,000 ചിലപ്പോൾ 8,000 സംതിങ് ഉണ്ടാവുള്ളൂ. തേർഡ് ഇയറിലത്തേന് 7,000 സംതിങ് ഉണ്ടാവുള്ളൂ. ആ 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എത്ര കിട്ടില്ല? 30,000 കിട്ടില്ല. അതിനേക്കാൾ കുറവായിട്ട് വില 27 അത്രയ്ക്കൊക്കെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ 30,000-ന്റെ മുകളിൽ വെച്ചിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് എടുത്തതെന്ന് വെച്ചാൽ അത്രയ്ക്ക് റിട്ടേൺ നമുക്ക് കിട്ടില്ല. ഓക്കെ, എങ്ങനെയാവുമ്പോൾ പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ മോഡേൺ മെത്തേഡുകളെല്ലാതും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുള്ളൂ. അതാണ് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ബോത്ത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആർ ഡിസ്കൗണ്ടഡ് ടു അസർട്ടൈൻ ദെയർ പ്രസൻറ്റ് വാല്യൂ. ഈ മോഡേൺ മെത്തേഡിൽ എന്ത് ചെയ്യും? ട്രഡീഷണൽ മെത്തേഡിൻ്റെ മേജർ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡേൺ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ മെത്തേഡ്സിലെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കണം. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ബോത്ത് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആർ ഡിസ്കൗണ്ടഡ് to ascertain their present value. Then here cash inflow means inflow after tax and before depreciation. ഇനി ഇവിടെ മോഡേൺ മെത്തേഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്യാഷ് ഫ്ലോസും എന്തുതന്നെയാണ്? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നില്ലേ? അതായത് നമ്മൾ ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യും, പിന്നെ ടാക്സ് ലെസ് ചെയ്യും, പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. അതുപോലെ തന്നെ കാൽക്കുലേഷൻ നടത്തിയിട്ട് വേണം നമ്മൾ എല്ലാ മോഡേൺ മെത്തേഡ്സിലും ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡിൽ മാത്രം അതിൻ്റെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരുള്ളൂ. ARRൽ മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, ടാക്സ് കുറയ്ക്കുക, അവിടെ വെച്ച് നിർത്താം. അല്ലാതെ നമ്മൾ പഠിക്കുന്ന എല്ലാ മെത്തേഡ്സിലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം, ദെൻ ടാക്സ് ലെസ് ചെയ്യണം, എന്നിട്ട് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ഡിപ്രീസിയേഷൻ. ഇറ്റ് കൺസിഡർ the entire cash flow throughout its economic life. അതുപോലെ മോഡേൺ മെത്തേഡ്സ് എല്ലാതും ആ പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫിൽ ഏൺ ചെയ്യുന്ന ഇൻഫ്ലോ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. പേ ബാക്ക് പീരീഡ് പോലെ നമുക്ക് കുറച്ച് കാലത്തെ പ്രോഫിറ്റ് മാത്രമുള്ളത് കൺസിഡർ ചെയ്യുക. ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് മൊത്തം കിട്ടുന്ന ഏർണിങ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ്
മോഡേൺ മെത്തേഡ്സിൽ പറയാനുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും പറയുകയാണെങ്കിൽ ടൈം വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് മോഡേൺ മെത്തേഡ്സിലോ ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോസിനൊക്കെ നമ്മൾ ആദ്യം പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, ടാക്സ് ലെസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി മോഡേൺ മെത്തേഡ്സിലത്തെ ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ്. ചെറിയൊരു വ്യത്യാസം മാത്രമല്ല, നമ്മൾ പേബാക്ക് പീരീഡ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിന് മുമ്പിൽ എന്ത് വീട് വന്ന് ഡിസ്കൗണ്ടഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പേബാക്ക് പീരീഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാറ്. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോകൾ എന്തിലേക്ക് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നോക്കാം, എ മേജർ ഡ്രോബാക്ക് ഓഫ് പേബാക്ക് പീരീഡ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി ടൈം വാല്യൂ ഓഫ് മണി. നമ്മളന്ന് പേബാക്ക് പീരീഡിൻ്റെ ഡ്രോബാക്സ് പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞത് എന്താണ്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഡ്രോബാക്ക് തന്നെയാണ് അതിൻ്റെ മേജർ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതും. ടു ഓവർകം ദിസ് മെത്തേഡ് ദിസ് ഡ്രോബാക്ക് ദ ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് സജസ്റ്റഡ്. ഈ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് cash flows are first converted into present value by applying suitable discount factor. അപ്പോൾ നമ്മൾ ആ പേബാക്ക് പീരീഡിൻ്റെ ആ ഡ്രോബാക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോകളെ എന്താക്കി കൺവേർട്ട് ചെയ്യും, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്യാഷ് ഫ്ലോസ് ആർ ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രസൻറ്റ് വാല്യൂ ബൈ അപ്ലൈയിങ് സ്യൂട്ടബിൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ക്വസ്റ്റ്യനിലെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ തന്നിട്ടുണ്ടാവും. ആ ഡിസ്കൗണ്ടിങ് ഫാക്ടറുകൾ ഉപയോഗിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോകൾ എല്ലാത്തിനും നമ്മൾ എന്താക്കും, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദ പേബാക്ക് പീരീഡ് ബൈ യൂസിങ് ദ സെയിം ഫോർമുല. നമ്മൾ പിന്നെ നമ്മൾ അൺഈക്വൽ ആകുമ്പോൾ ഉപയോഗിക്കാറുള്ള അതേ ഫോർമുല, ആ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല, ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ വെറും പേബാക്ക് പീരീഡിലാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഇൻഫ്ലോ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോനെ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ ആ ഇൻഫ്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കുക. വേറെ സ്റ്റെപ്സിലും ഇക്വേഷനിലും ഒന്നും വ്യത്യാസമില്ല. അതിൽ കണ്ടുപിടിക്കുന്ന ടോട്ടൽ ആ ഇൻഫ്ലോകളുടെ എമൗണ്ടിലും കാൽക്കുലേഷനിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസം മാത്രമുള്ളൂ. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ്. ഓക്കെ, താങ്ക് യു.